കുറച്ച് നാൾ മുന്നേ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എന്ന് പറയണം കേട്ടോ. കാരണം ഞാനിപ്പോൾ എൻ്റെ പഴയ ഫോണിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറയണം. ഓക്കെ. അപ്പം ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. നമുക്കിവിടെ നോമ്പ് തുടങ്ങിയല്ലോ. അപ്പം ഞാൻ കുറേ നാൾ മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു, നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 2 ദിവസം എടുത്തുള്ളൂ. എനിക്ക് പിന്നെ പറ്റിയില്ല. പിന്നെ ഞാൻ അവിടെയും ആളിവിടെയും അല്ലേ. അപ്പം എനിക്കങ്ങനെ വീട്ടിലെല്ലാവരും ഫുഡ് വെക്കുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് എപ്പോഴും എന്താ ഫുഡ് കഴിക്കാത്ത എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ എന്താ അപ്പം ഞാൻ അന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് നോമ്പ് പിടിക്കാന്ന്. പക്ഷെ ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ആള് മിഞ്ഞാന്ന് ശരിക്കും നോമ്പ് തുടങ്ങിയിട്ട് 2 ദിവസമായി. അപ്പം അന്ന് തൊട്ട് എനിക്ക് നോമ്പ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എന്നാൽ പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നോമ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ മൺഡേ ഇന്നാണ് നമ്മൾ നോമ്പ് എടുക്കാനായിട്ട് വിചാരിച്ചേക്കുന്നത്. ഇപ്പം സമയം ഏകദേശം 11 മണി ആയിട്ടുണ്ട്. അറിയില്ല എനിക്ക് എങ്ങനെയാണ് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. പാരുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പാരു പറഞ്ഞ് കുഴപ്പമില്ല, നീ നോമ്പ് പിടിക്കാന്ന് വിചാരിച്ച് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ തലവേദനയാണ് എനിക്ക് മെയിൻ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഉള്ളത് തന്നെ, അല്ലാണ്ട് വേറെ കാര്യമായിട്ടുള്ളതൊന്നും വരില്ല. ചില സമയങ്ങളിൽ നേരത്തിന് ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തലവേദന വരാറുണ്ട്. ചില സമയങ്ങളിലെല്ലാം മിക്കപ്പോഴും വരാറുണ്ട്. ഇന്നലെ ഈ പറഞ്ഞ പോലെ രാവിലെ ഒന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എണീറ്റപ്പോഴത്തേനും നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു 2:30 ആയിട്ടുണ്ട്. അപ്പം അതിക്ക് മുന്നേ വരെ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കഴിക്കണോ വേണ്ടയോ അങ്ങനെ ഡൗട്ട് അടിച്ച് തലയിലെ എണ്ണയൊക്കെ പരത്തി നോക്കി. എന്നിട്ടും എനിക്ക് ഈ ഒരു കോർണറിൽ മാറണേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഒരു ഡോൾ എടുത്ത് കഴിച്ചപ്പോഴാണ് എനിക്ക് മാറിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. തലവേദനയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് പറ്റുന്ന പോലെ നോമ്പ് പിടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കണത്. പക്ഷേ ഞാനിപ്പോൾ എന്തായാലും പാല് കാച്ചാൻ പോവുകയാണ്. കാരണം എൻ്റെ ഷിട്ടുകുട്ടിയുണ്ട്, ഷിട്ടുകുട്ടിക്ക് ചായ കൊടുക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പാല് കാച്ചാൻ പോവുകയാണ്. പാലിപ്പോൾ തന്നെ വർക്കിൻ്റെ കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് വയ്ക്കുകയാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ എന്തൊക്കെയാണ് എനിക്ക് അറിയില്ല, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഫുഡ് എങ്ങനെയാണ് വെക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം പാരു വന്നിട്ട് വേണം എനിക്ക് പാരുവിൻ്റെ അഡ്വൈസ് കിട്ടിയിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫേസിൽ ഇവിടെ ഈ ഭാഗത്ത് ഭയങ്കര ഡിസ്കളറേഷൻ വന്നിട്ടുണ്ട്. അത് നല്ലതായിട്ട് വിസിബിളായിട്ട് അറിയാവുന്ന രീതിയിലായിട്ട്. അപ്പോൾ അതിനൊരു സ്കിൻ ഡോക്ടറെ കാണാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി എന്തിൻ്റെയാണെന്ന് എനിക്കറിയില്ല. സാധാരണ രീതിയിൽ അത് നമുക്ക് വെയിലൊക്കെ കൊള്ളില്ലേ, കണ്ടിന്യൂസ് ആയിട്ട് വെയിൽ കൊള്ളുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഇങ്ങനത്തെ പാടുകൾ വരുന്നത്. ഓൾറെഡി എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു പാടുണ്ടായിരുന്നു. അത് ഇങ്ങനെ ഇടയ്ക്ക് വരും പോവും അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. പക്ഷെ എന്താണ് ഇങ്ങനൊരു ഇതും ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കെന്നെ മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഒരു കളറ്, ഇവിടെ ഒരു കളറ്, ഈ ഭാഗത്ത് ഭയങ്കരമായിട്ടുണ്ട്. അപ്പം എന്തായാലും അതൊരു സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല എനിക്കിവിടെ കുഞ്ഞൊരു ഇതിപ്പോൾ ഈ ഫോണിലായ കാരണം കൊണ്ടാണ് അത് കാണാത്തത്. ഇവിടെ എനിക്കൊരു ചെറിയൊരു കണ്ടോ ഒരു സംഭവമുണ്ട്. അത് എന്താ പറയുക പാലുണ്ണി പോലെ ഒരു സംഭവം. അത് പൊട്ടിക്കാൻ പറ്റുന്നില്ല. അപ്പം അതും കൂടെ ഒന്ന് കാണിക്കണം. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഷിട്ടുവിന് പാല് കാച്ചാൻ പോവാണ്. കിടപ്പുണ്ട് ഷിട്ടുമാ, കുഞ്ഞിപ്പെണ്ണേ. അപ്പം ഷിട്ടുവിനുള്ള പാല് റെഡി ആയിട്ടുണ്ട്. ദെൻ അവൾക്ക് വേണ്ടി ചോറ്, ചിക്കൻ ചോറിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഞാൻ മിക്കപ്പോഴും എന്താ പറയുക കുറച്ച് മാറ്റി വെച്ചിട്ട് കുറച്ച് മഞ്ഞളും അതുപോലെ തന്നെ ഉപ്പ് ഇട്ടിട്ടാണ് കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ ഇഷ്ടത്തിൽ ഇപ്പോൾ നമ്മൾ 2 ദിവസമൊക്കെ വെച്ചതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കഴിക്കില്ല, ഭയങ്കര തമ്പുരാട്ടിയാണ്. ഇന്നിപ്പോൾ ഞാൻ പാലും വെള്ളമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ പാൽ ചായ കുടിക്കണില്ലല്ലോ. പാൽ ചായ കുടിക്കുമ്പോഴത്തേനും അവള് എന്താ പറയുക പാൽ ചായ തന്നെ കുടിക്കും. ഇതിപ്പോൾ ഞാൻ കഴിക്കാത്ത കാരണം കൊണ്ട് പാലും വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. കുടിക്കുമോയെന്ന് അറിയില്ല, മുഖമൊക്കെ കണ്ടിട്ട് കുടിക്കണ പോലെ തോന്നുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇനിയിപ്പോൾ വേറെ ഇനിയൊന്നും ചെയ്യാനില്ല. ഇനി എന്തായാലും പാല് വന്നിട്ടുള്ളൂ ബാക്കി പരിപാടികളൊക്കെ.
അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹൗസിൻ്റെ ഓണർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ ലുക്കൊക്കെ ആകെ മാറി. ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചു. ഞാൻ ആകെ യക്ഷി പോലെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ മുടി കെട്ടി വെച്ചു. ദെൻ ഞാൻ ബ്രഷ് ചെയ്തിട്ടില്ല. എനിക്ക് ബ്രഷ് ചെയ്യാൻ നല്ല പേടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ എനിക്ക് പല്ല് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിശക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ 11:30 ചെയ്യുന്നുണ്ട്. ഞാൻ പല്ല് വെച്ചിട്ടില്ല. നോക്കാം, എന്തായാലും 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ശിതുമാ, നിനച്ചുള്ളതാണോ? നിനക്കുള്ള പാലാണോ? ചൂടാറാൻ വെച്ചേക്കാണ്. ബിസ്കുണ്ടോടി? ബിസ്കുണ്ടോ? 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 ചൂടാറിട്ട് തരാട്ടാ. വാശിട്ടു. നൈസ് ചൂടുണ്ട്. നമുക്കപ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ടേബിളിൽ ചെറുതല്ല, നല്ല രീതിയിൽ ഒരാട്ടുണ്ട്. അത് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടില്ല. നല്ല ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പഴച്ചക്ക അല്ല, പഴുത്ത ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കഴിച്ചില്ല. ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുരു ഇവിടെ ഇരിക്കുന്നുണ്ട്. ചക്കക്കുരു ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കറി വെക്കാമെന്ന് വിചാരിക്കുന്നു. പാരന് അത്ര വലിയ താല്പര്യമില്ല, എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും വെച്ച് നോക്കാം. എനിക്ക് പരിപ്പിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ എനിക്കിഷ്ടമാണ്. അപ്പം അങ്ങനെ ഇടാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇവിടെ നിറച്ച് എന്താ പറയുക, ഉറുമ്പ്. ഈ തിന്നണ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ട് തിന്നിട്ട് തുടച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്നും തുടച്ചാലും ഒരു കാര്യമില്ല. ഇവിടെ വരുന്ന ഫുഡ് കഴിക്കും, നമ്മള് നശിപ്പിക്കും. വീടാകുമ്പോ അങ്ങനെയൊക്കെയല്ലേ. അപ്പൊ ഇപ്പൊ സമയം 2:15. പാരു അതിൻ്റെ ഇടയിൽ വന്നു. പിന്നെ നമുക്ക് ചെമ്മീൻ കൊണ്ടുവന്നു കേട്ടോ. ചെമ്മീൻ ഞാൻ ആദ്യമായിട്ടാണ് വെക്കാൻ പോണത്. എനിക്കിത് എങ്ങനെ നന്നാക്കാന്നറിയില്ല. കുഞ്ഞു ചെമ്മീനാണ് വാങ്ങിക്കണേ. അപ്പോൾ അവൻ പറഞ്ഞത് നീ വെച്ചില്ലെങ്കിൽ കൊണ്ട് കളഞ്ഞോന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ചെമ്മീനും ചോറും വെക്കാനാണ് പറഞ്ഞേക്കണേ. അല്ലെങ്കിൽ ചിക്കനും നെയ്ച്ചോറും വെക്കാനാണ് പറഞ്ഞേക്കണേ. ദൈവമേ, എന്തൊരു വലിയ ടാസ്കാ. അപ്പോൾ ഞാൻ ഓൾറെഡി ചിക്കൻ, ഇത് രണ്ടായാലും എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ചിക്കൻ ഞാനപ്പം മറ്റേ സംഭവമൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ചെമ്മീൻ എങ്ങനെ നന്നാക്കാന്നുള്ള കാര്യം ആദ്യം യൂട്യൂബിൽ നോക്കിയിട്ട് വേണം എനിക്ക് വെക്കാനായിട്ട്. അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്യട്ടെ. അതിനിടയിൽ ഞാനിവിടെ ഫുള്ള് നമ്മൾ ഒന്ന് അടിച്ച് വാരി ഒന്ന് ക്ലീൻ ചെയ്തായിരുന്നു. തുടച്ച് വൃത്തിയാക്കി. നിറച്ച് ഉറുമ്പുണ്ടായിരുന്നു. അപ്പം ഫുള്ള് അടിച്ച് വാരി വൃത്തിയാക്കിയായിരുന്നു. കുഞ്ഞാപ്പി അവൾക്ക് എൻ്റെ കൂടെ എന്നല്ല, കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആരെങ്കിലൊക്കെ വേണം. അപ്പം എൻ്റെ അടുത്ത് ഓൾറെഡി എന്താ പറയുക, ഉള്ളിവട ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉള്ളിവടയ്ക്ക് വേണ്ടിയിട്ട് സവോളയൊക്കെ അരിയാമെന്ന് വിചാരിച്ചു. സവോളയൊക്കെ അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ അരിയണമെന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്. എന്നാലും പിന്നെ എല്ലാം അരിഞ്ഞ് വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അരിയാൻ പോവാണ്. 4 എണ്ണം. സലാഡ് ഇവിടെ ഭയങ്കര ചിലവാണ്. ഞാൻ വിചാരിച്ചു എന്നിട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫൈനലി ഞാൻ ചെമ്മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കാം. അപ്പം അതിന് വേണ്ടിയുള്ള തക്കാളി, പിന്നെ അതുപോലെ തന്നെ ഇവിടെ തക്കാളിയും സവാളയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നോക്കട്ടെ. അപ്പോൾ സാലഡ് ഇവിടെ എല്ലാവരും നന്നായി കഴിക്കും. അപ്പോൾ ഞാൻ അവിടെ സാലഡ് ഉണ്ടാക്കിയിട്ട് ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാരറ്റ് ഇങ്ങനെ റൗണ്ടിൽ എരിയും. ഇനി നമ്മളിതൊക്കെ എടുത്തിട്ട്
ഫ്രിഡ്ജിൽ വയ്ക്കും. ഇനി ഇതെടുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. നമുക്ക് അവൻ ഉള്ളി ബജി എന്ന് പറയാം, നമ്മൾ ഉള്ളിവിടാന്ന് പറയും, അവൻ ഉള്ളി ബജി. സോ അപ്പം ഞാൻ അതിനുള്ളതും കൂടെ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ഈ വക സാധനങ്ങളൊക്കെ ഇട്ടു. വേറെ ഒന്നുമില്ല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആ വക സാധനങ്ങൾ, കുറച്ച് കടലപ്പൊടിയും കൂടി ഇട്ടു. ഇതാണ് നമ്മൾ മിക്സ് ചെയ്യും. ഞാൻ സാധാരണ വെള്ളം ഒഴിക്കാണ്ട് മിക്സ് ചെയ്യും. ഉപ്പിട്ടില്ല. സാധാരണ ഞാൻ വെള്ളം ഒഴിക്കാണ്ട് മിക്സ് ചെയ്യും. അതിന് ശേഷം ആണ് ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക. ചെമ്മീൻ നന്നാക്കാൻ പോവുകയാണ്. അതിക്ക് മുന്നേ എനിക്ക് ചോറ് എടുത്തിടാനുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് നെയ്ച്ചോറ് വയ്ക്കാമെന്നായിരുന്നു, നെയ്ച്ചോറും ചിക്കൻ വയ്ക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ പരിപാടിച്ചോറ് ഒന്നല്ലെങ്കിൽ ചോറ് ചെമ്മീൻ കറിയും അല്ലെങ്കിൽ ചിക്കൻ കറിയും നെയ്ച്ചോറും മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെയൊക്കെ ബിരിയാണി കഴിച്ചത്, സോ ചോറിടാമെന്ന് വിചാരിച്ചു. ചോറാകുമ്പോൾ എനിക്കിഷ്ടമാണല്ലോ. ശരിക്കും പറഞ്ഞാൽ പാരോട് ചോറ് കഴിക്കാൻ വളരെ കുറവാണ്. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് അത്രയൊക്കെ ഉള്ളൂ മാക്സിമം. 1.5 ഗ്ലാസ് ഇട്ടാൽ മതിയായിരിക്കും. അപ്പോൾ എനിക്കും അവനക്കും പിന്നെ ഷിട്ടുവിനും കൂടി സെറ്റാവും. അപ്പോൾ ഇത്രയും വെച്ചിട്ട് അടപ്പത്ത് വയ്ക്കണം. അത് ആദ്യം ചെയ്തതിന് ശേഷം നന്നാക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. ചെമ്മീൻ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് പുളി വെള്ളത്തിലിടണം. ഞാൻ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ടാണ് ഇട്ടെടുത്തത്. അല്ലാണ്ട് സത്യം പറഞ്ഞാൽ എനിക്കറിയാം, എന്നാലും സാധാരണ മീൻ കറി വയ്ക്കണ പോലെ തന്നെ, പക്ഷെ എന്നാലും ചെറിയൊരു കൺഫ്യൂഷൻ. അപ്പോൾ അതായത് ഇത്ര എടുത്തിട്ടുണ്ട്, വെള്ളത്തിലിട്ടിക്കണം. ഇനിയിപ്പോൾ ചെമ്മീൻ നന്നാക്കാം. 1 മിനിറ്റ്. അപ്പോൾ ചെമ്മീൻ നല്ല ദൈവമേ ഇത് കുറവുണ്ടല്ലോ. ഇങ്ങനെ നന്നാക്കും. എടുത്തിട്ട് വീഡിയോയൊക്കെ ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ പോലും കണ്ടു. പക്ഷെ അയ്യോ, അതെന്തൊരു സാധനമില്ല, ഇത് കളയണ്ടേ? ഇതെന്താണത്? ഇത്രയും ചെറിയ സാധനം കൊണ്ടുവന്നിട്ട് ഞാൻ എങ്ങനെ നന്നാക്കാൻ ഈശോ, എനിക്കറിയാൻ പോലുമില്ല. ഇന്നലെ കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചക്ക കുറച്ച് ചുള പറിച്ച് വെച്ചു. പിന്നെ നമ്മുടെ ഉള്ളിവട അത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, ഞാൻ കടലമാവ് അധികം ഇടാറില്ല. അപ്പോൾ ഒരു കടലമാവ് വെച്ചിട്ടുണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ കടലമാവ് വെച്ചിട്ടുണ്ടാക്കിയപ്പോൾ ഇതാണ് ഉള്ളത്. കുറച്ച് ഞാൻ മൈദയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടായാലും എനിക്കിതൊന്നും ഇഷ്ടമല്ല. പിന്നെ ചെമ്മീൻ നന്നാക്കി കറി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിക്കും പറയാം എങ്ങനെയുണ്ടെന്ന്. ഇതും എനിക്കിഷ്ടമല്ല. ഓക്കെ, എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് വെക്കണമല്ലോ. അപ്പോൾ ഞാൻ പായസം വെക്കാമെന്ന് വിചാരിക്കുകയാണ്. കുളി കഴിഞ്ഞു. അപ്പോൾ ഒരുവിധം എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ടാങ്ക് അലക്കാനുണ്ട്. ഇപ്പോൾ ടാങ്ക് അലക്കാൻ പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ കുളിക്കാൻ കയറി. വീട്ടിലാരുമില്ല, ഞാനും ഷിട്ടും മാത്രം. കുളിക്കാൻ കയറിയ സമയത്ത് വെള്ളമില്ല, വെള്ളം നിന്നു. അപ്പോൾ ഇപ്പോൾ വേനൽക്കാലമായ കാരണം വെള്ളം ഇച്ചിരി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ പാരു മോട്ടർ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മോട്ടർ അടിച്ചിട്ടും വെള്ളം വരുന്നില്ല. പണിവളിയില്ലേ എൻ്റെ ദൈവമേ. അങ്ങനെ ഒരു വിധത്തിലെല്ലാം ടാപ്പ് ഓഫ് ചെയ്ത് പൈപ്പിലെ വെള്ളം പൈപ്പ് ഓൺ ചെയ്തിട്ട് ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് കുളിച്ചു. വെള്ളമില്ലാത്ത നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇവിടെയും വെള്ളമില്ല. ഭയങ്കര കഷ്ടകാലം തന്നെ. അപ്പോൾ പാരു ഇവിടെ എത്താറായി തോന്നുന്നു. അപ്പം ഇനി ടാങ്ക് അലക്കാനുണ്ട്. വേറെ ഒന്നുമില്ല. പിന്നെ ഇത്രയും നേരം ക്ഷീണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ക്ഷീണം എനിക്ക് ഒരു 5 മണി 5:30 സമയമായപ്പോഴത്തേനും എനിക്ക് ആകെ ഭയങ്കര ഇതായി. കാരണം ആ സമയത്ത് ഞാൻ ഫുഡ് കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ ആ സമയമായപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഷിട്ട് നോക്കണ്, ഷിട്ടുമാ. അപ്പം അവൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഉച്ചക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയമൊക്കെ ആയപ്പോൾ എനിക്ക് ചെറുതായിട്ട് വിശന്നു. പാരുവിൻ്റെ അടുത്ത് ചൂടായി. പാരു പറഞ്ഞു, നീ നോമ്പ് പിടിക്കണ്ട. അവൻ്റെ വിചാരം ഞാൻ എന്താ പറയുക, നോമ്പ് പിടിച്ച കാരണം കൊണ്ട് ദേഷ്യപ്പെട്ടേന്നാണ്. പക്ഷെ എനിക്ക് ചെമ്മീൻ നന്നാക്കാനിരുന്നിട്ട് എനിക്ക്
ഇളകി വന്നു സത്യം. ഒന്നാമത് എനിക്കത് നന്നാക്കാൻ അറിയില്ല. അതിൻ്റെ ടേക്കടി കുഞ്ഞി പീക്രാട്ടി സാധനം. ഞാനൊരു തുണ്ട് നന്നാക്കിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്ന ഒരു 200 ഗ്രാം അങ്ങനെ ഉണ്ടാവുള്ളൂ. അത്ര എടുത്തിട്ടാണ് ഞാൻ കറി വെച്ചത്. ബാക്കിയുള്ളത് എന്തിട്ടാൻ ചെയ്തോട്ടെ, എനിക്ക് പറ്റില്ല. അവൻ വേണമെങ്കിൽ അവൻ നന്നാക്കിക്കോട്ടെ. സത്യം എനിക്ക് നന്നാക്കി. എനിക്കത് കാരണം കയ്യുമ്മ 2-3 അതിൻ്റെ ഇത് കൊള്ളുകയും ചെയ്തു. ചോര വന്നു നോക്കി. വേറെ സമയത്താണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ഈ നോമ്പും പിടിച്ചിരിക്കുന്ന സമയവും പിന്നെ എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു. അപ്പൊ അതും കൂടെ ആയപ്പോൾ എനിക്ക് ആകെ പ്രാന്തായി. എനിവേ എന്തായാലും ഇനി അവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കൂടെ വൈശൂട്ടനും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കാന്ന് വിചാരിക്കണു. ഓക്കെ, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ കറി, അതേപോലെ തന്നെ ഇതുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ദെൻ ഞാൻ ചൊളക്ക വറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് രാവിലെ ഞാൻ തയ്യാറാക്കിയിട്ട് രാവിലെ ഞാൻ റെഡിയാക്കിയെന്ന് പറഞ്ഞാൽ നമ്മളുടെ സലാഡ് എന്തായാവും. പിന്നെ ഒന്നുമില്ല കേട്ടോ. ഇതിലൊക്കെ പപ്പടം പിന്നെ ചിപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇനി ടാങ്ക് കലക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടാങ്ക് കൂടെ കലക്കട്ടെ. എന്താ പ്രശ്നം? വിശക്കുന്നു പറഞ്ഞാ പോലെ ശരിയാക്കിയാ ബാങ്ക് കൊടുത്ത് വാ നോക്കിയേ. പെയിന്റ് കഴിഞ്ഞാ 2 ടിന്നും ഇതൊക്കെ കഴിച്ച് ഞങ്ങൾക്ക്